58 ലക്ഷം കോടിയിലധികം കോർപ്പറേറ്റ് ഡെറ്റ്. അതുപോലെ ഈ ഒരു മൊത്തം ഇൻഡസ്ട്രി ജസ്റ്റ് 8 ലൈസൻസ് പ്ലേയേഴ്സ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു ഹിഡൻ ഒളിഗോപ്പൊളി ഉണ്ട്. ടോട്ടൽ റവന്യൂ ബേസിസിൽ ടോപ്പ് 3 പ്ലേയേഴ്സ് റവന്യൂവിന്റെ 82% കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ ലോകം. അപ്പൊ റവന്യൂ സ്പ്ലിറ്റ് നോക്കുക. ആദ്യത്തെ 51% ക്രിസിൽ, അതിനുശേഷം കെ റേറ്റിംഗ് 17%, അതുപോലെ ICRA 14%. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ റവന്യൂ അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് ഓൾമോസ്റ്റ് സെയിം പാത്താണ് ഫോളോ ചെയ്തേക്കുന്നത്. ഏകദേശം 9 മുതൽ 14% റേഞ്ചിൽ. അപ്പൊ എഫിഷ്യൻസി ബേസിസിൽ നെറ്റ് സെയിൽസ് ടു എംപ്ലോയി കോസ്റ്റ് 2x റേഞ്ചിലാണ്. അപ്പൊ മൂന്നിന്റെയും മാർജിൻ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസിൽ കുറച്ചും കൂടി കുറവ് മാർജിനാണ് പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ്? അവരുടെ 60% റവന്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ സെഗ്മെന്റിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ഓവറോൾ മാർജിൻ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ROC നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് 24 മുതൽ 25% ROCയിലാണ്. അതേസമയത്ത് ക്രിസിലിന്റെ 35% ഇവിടെ വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല. ക്രിസിലിന്റെ കേസിൽ 14% 5 ഇയർ പ്രോഫിറ്റ് CAGR ആണ്. PE ഏകദേശം 41x, അതുപോലെ PEG ഏകദേശം 5.6x ആണ്. അപ്പൊ ഇതിനകത്ത് വാല്യൂഷൻ ഓൾറെഡി സ്ട്രക്ചർഡ് ആണെന്നാണ്. അപ്പൊ കെ റേറ്റിംഗിൽ ESG സെഗ്മെന്റ് ഇപ്പോഴും ഏർലി സ്റ്റേജിലാണ്. അതുപോലെ നിയർ ടേമിൽ കോസ്റ്റ് റവന്യൂക്കാളും വേഗത്തിൽ ഇവിടെ വളരും. അതിൽ ICRAയിൽ 50-50 ബിസിനസ് മിക്സിന് ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ മാർച്ച് 2025 ബാക്കി സെഗ്മെന്റ് മാർജിനും അനലിറ്റിക്സും ഇവിടെ ഇടിഞ്ഞു. സോ എക്സിക്യൂഷൻ നമ്മളിവിടെ ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇവിടുത്തെ ചോദ്യം ഇപ്പം സിമ്പിൾ ആണ്. ഈ ഒരു ഒളിഗോപ്പൊളിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ആ താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം.